ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കോട്ടയത്ത് നടക്കുന്ന മറൈൻ എക്സ്പോയുടെ വിശേഷവുമായിട്ടാണ് ഞങ്ങളിന്ന് വന്നിരിക്കുന്നത്. അപ്പം ഡിസംബർ 22 മുതൽ ആരംഭിച്ച മറൈൻ എക്സ്പോ കാണാൻ ഞങ്ങളും പോയിരുന്നു. കാത്തൂന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ എൻ്റർടൈൻ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടെ. 120 രൂപയാണ് എൻട്രി പാസ് എടുത്ത് നമ്മൾ അകത്തേക്ക് പ്രവേശിച്ചാൽ ആദ്യം കാണുന്നത് ഇതുപോലുള്ള റോബോട്ടുകളെയാണ്. കുട്ടികൾക്ക് വളരെ ഇഷ്ടമാകും. അവരുടെ പുറകെ ഇങ്ങനെ നടക്കുന്ന പോലെ തോന്നും. പിന്നീട് അങ്ങോട്ട് കുറേ കിളികളെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സെക്ഷനിലേക്കാണ്. കാത്തൂന് കിളികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. കിളീനെ വിളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. കിളി ബാബാ എന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ നല്ല ഉച്ച സമയത്താണ് ചെന്നിരുന്നത്. അതുകൊണ്ട് തന്നെ മുയലുകൂട്ടൻ നല്ല ഉറക്കമായിരുന്നു. എത്ര തട്ടി വിളിക്കാൻ ശ്രമിച്ചിട്ടും എഴുന്നേൽക്കുന്നില്ല. പിന്നീട് കാത്തൂന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കിളീനെ കാണാൻ തന്നെയാണ്. കാത്തൂന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. നമുക്ക് ഒട്ടും തന്നെ ചൂട് അനുഭവപ്പെടത്തില്ല. നിറയെ AC അതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ചെല്ലുന്നത് മീനുകളെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സെക്ഷനിലേക്കാണ്. കുറേ ഫിഷ് ടാങ്കുകൾ, വലിയ രീതിയിൽ ഫിഷ് ടാങ്കുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഒരുപാട് മീനുകളെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ശേഷം നമ്മൾ പോകുന്നത് ഒരു അണ്ടർ വാട്ടർ ടണലിലേക്കാണ്. അവിടെ ഒരുപാട് മീനുകളെ തൊട്ടടുത്ത് കാണുന്നത് പോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഒരുപക്ഷെ ഈ ഒരു സ്ഥലമായിരിക്കും. കാത്തൂന് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. ഒട്ടും തന്നെ പേടിയുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തേ ഇല്ല. അവൾ ഓരോ മീനിനെ തൊടാനായിട്ട് ശ്രമിക്കുകയും അതിൻ്റെ അടുക്ക പോയി നിൽക്കുകയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യം ആരാപ്പയ്മേനെയൊക്കെ ഒന്ന് കണ്ടപ്പം ജസ്റ്റ് ഒന്ന് പേടിച്ചു. തൊട്ടടുത്ത് ഇങ്ങനെ വലിയൊരു ഇതിൽ നിൽക്കുന്ന കാണുമ്പോഴത്തേക്കും ചെറിയൊരു പേടിയുണ്ടായിരുന്നു. പിന്നീട് പെട്ടെന്ന് ആ പേടി അങ്ങ് മാറുകയും അവൾക്ക് ഭയങ്കര ഇഷ്ടമാകുന്ന രീതിയിൽ നമുക്ക് ഫീൽ ചെയ്തു. നമ്മുടെ കണ്ണിന് കുളിർമയേകുന്ന കൗതുകകരമായ ഒരുപാട് കാഴ്ചകൾ ആ അണ്ടർ വാട്ടർ ടണലിൽ നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. എക്സ്പോയുടെ ഏറ്റവും അട്രാക്ഷൻ എന്ന് പറയുന്നത് ആഴക്കടലിലെ മത്സ്യകന്യകമാരെ കാണാം എന്ന് പറഞ്ഞ് തന്നെയായിരുന്നു അവരുടെ പ്രൊമോ കോഡും വന്നിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ചെന്നപ്പം 2 ചെറിയ മത്സ്യകന്യകമാരുണ്ടായിരുന്നു. അവരെ കാണാനായിട്ട് ഒരുപാട് ആളുകൾ അവിടെ വട്ടം കൂടി നിൽപ്പുണ്ടായിരുന്നു. കാത്തു ഭയങ്കര കൗതുകത്തോടു കൂടി നോക്കുന്നത് കാണാം. ഭയങ്കര അത്ഭുതത്തോടു കൂടിയൊക്കെയാണ് അവളത് നോക്കി കണ്ടിരുന്നത്. പ്രധാനമായിട്ടും ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അക്വേറിയവും അണ്ടർ വാട്ടർ ടണലിങ്ങും മത്സ്യകന്യകമാരുമാണ്. പിന്നീട് നമ്മൾ എക്സിറ്റ് ആകുന്ന സ്ഥലത്ത് ഒരുപാട് സ്റ്റോളുകൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ചെറിയ പർച്ചേസിങ്ങിന് ആവശ്യമായിട്ടുള്ള എല്ലാം തന്നെ അവിടെ നമുക്ക് ലഭ്യമാണ്. പിന്നീട് നമ്മൾ എത്തിച്ചേരുന്നത് ഒരു ഫുഡ് കോർട്ടിലേക്കാണ്. ഫുഡ് കോർട്ടിൽ നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അവധി ദിവസങ്ങളിൽ 11 മണി മുതൽ മറൈൻ എക്സ്പോ സ്റ്റാർട്ട് ചെയ്യും. അല്ലാത്ത ദിവസങ്ങളിൽ 3 മണി തൊട്ടാണ് മറൈൻ എക്സ്പോ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് അറിയാൻ സാധിച്ചിരുന്നത്. ഞങ്ങൾ ഒരു അവധി ദിവസമാണ് പോയിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എത്തിയപ്പം ഉച്ചയായിരുന്നു. ഉച്ച സമയത്ത് അവിടെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് സുഖമായിട്ട് കാണാനും ആസ്വദിക്കാനും ഒക്കെ സാധിച്ചു. എന്നെ അവിടെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്തത് പലതരത്തിലുള്ള ഹൽവാസ് ആയിരുന്നു. പല വെറൈറ്റി ഹൽവ, നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ഹൽവ എല്ലാം അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് അതെല്ലാം ടേസ്റ്റ് ചെയ്യാനായിട്ട് തന്നു. കത്തുന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഹൽവയൊക്കെ വാങ്ങി ഫുഡ് കോർട്ടിലൊക്കെ കയറിയിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. അപ്പം ഞങ്ങളുടെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പം ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.